അതിനപ്പുറത്തേക്ക് ഭരണകൂടത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാകണം എന്നാണ് എല്ലാവരും വിചാരിക്കുക. അരുൺ, ചന്ദ്ര സാറേ നമസ്കാരം. ഒച്ച കേൾക്കുന്നുണ്ട്, കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും അങ്ങോട്ടേക്ക് പോകട്ടെ. ക്യാമറ മൂവി ഒരുപക്ഷെ ഗോവിന്ദചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം പോലീസ് അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. രാഹുൽ പറഞ്ഞോളൂ. കിട്ടി അഭിലാഷ്, ഗോവിന്ദചാമി പിടിയിൽ. കത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമിയിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഈ ദൃശ്യങ്ങൾ സൂപ്പർ എക്സ്ക്ലൂസീവായി മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ കെ വിയും ക്യാമറാമാൻ ഷിജിൻ നരിപ്പറ്റിയും നമ്മളോടൊപ്പമുണ്ട്. രണ്ടുപേരോടും എത്ര അഭിനന്ദിച്ചാലും മതിയാവാൻ കഴിയാത്തത്ര ആത്മസമർപ്പണത്തോടെയുള്ള തൊഴിലാണ് ഇന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇയാളെ പിടികൂടി എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ അതിന് പിന്നിൽ ആരെങ്കിലും ഇല്ലാതെ സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരാഗൃഹത്തിന്റെ എല്ലാ വാതിലുകളും കണ്ണടച്ചും കൈനീട്ടിയും കൊടുക്കാൻ ഇത് പുരാണമൊന്നുമല്ലല്ലോ. അപ്പൊ ആ നിലയ്ക്ക് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ്? അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ കൂടിയാണ് കണ്ണൂർ ജയിൽ. ആ ജയിലിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ജയിൽ ചാടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, ഒരു മോട്ടീവ് ഉണ്ട് അതിന്റെ പിന്നിൽ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വെച്ചാൽ പല ടവറുകളാണ്. ആ ടവറുകൾക്കിടയിൽ പല ബ്ലോക്കുകളാണ്. ടവർ ഡ്യൂട്ടിയുള്ള ആളുണ്ട്, ബ്ലോക്ക് ഡ്യൂട്ടിയുള്ള ആളുണ്ട്. അതുപോലെ തന്നെ CCTV നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്. രാത്രിയും പകലും ഒരേപോലെ ഡ്യൂട്ടിയിൽ. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. എത്ര പ്ലാനിങ്ങോട് കൂടി ജയിൽ ചാടാൻ ശ്രമിച്ചാലും അത് CCTV ഫുട്ടേജിന്റെ ഭാഗമായി ക്യാച്ച് ചെയ്യപ്പെടുകയും അത് അതാത് സമയം ഡ്യൂട്ടിയുള്ള ആളുകൾ കണ്ടെത്തേണ്ടതുമാണ്. ഏതായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും ജയിലിൽ നിന്ന് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയാണ് എങ്കിൽ ഒറ്റക്കൈ ഉപയോഗിച്ച് ഇതിനേക്കാൾ വലിയ കേവന്മാർ കിടക്കുന്നുണ്ടല്ലോ കണ്ണൂർ ജയിലിൽ. ഇയാൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്ത് സുരക്ഷ, എന്ത് അതീവ സുരക്ഷ! ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടും ആ ജയിൽ അതോറിറ്റികൾക്ക് ഇത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. 100% ഞാൻ യോജിക്കുന്നു. ഇയാൾ പുറത്തിറങ്ങി വരുമ്പോഴും നല്ല പാന്റും ഷർട്ടൊക്കെ ഇട്ടാണ്. ജയിലിനകത്ത് എന്തായാലും പാന്റും ഷർട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ആ പാന്റും ഷർട്ടും എങ്ങനെ വന്നു എന്നുള്ള കൂടി അന്വേഷിക്കണ്ടേ? കള്ളന്മാർക്ക് ചൂട്ട് കത്തിക്കലാണ് ഇപ്പോഴത്തെ പോലീസ് ഏമാന്മാരുടെ പണി. അപ്പൊ ജയിൽ അധികൃതർ തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്. അല്ലാണ്ട് ജയിലിൽ ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികൾക്ക് പാന്റും ഷർട്ടും കൊടുക്കുക അല്ലല്ലോ. അപ്പൊ തട്ടിപ്പാണല്ലേ? ഇതിനകത്തുള്ള ഒരു സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ജയിൽ അധികൃതരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വരുന്ന സാഹചര്യം. ജയിലിനകത്ത് പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല. പാർട്ടി ഏൽപ്പിച്ച കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും അധികം സൗകര്യം കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അവരുടെ വിഹാര കേന്ദ്രങ്ങളാണ്. അവരാണ് ആ ജയിലകത്തും ഭരിക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും അറിയാലോ. അവിടുത്തെ ജയിലിൽ വാർഡനൊക്കെ എതിരെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കൊടും ക്രിമിനലുകൾ പാർക്കുന്ന ഒരു ജയിലിനകത്ത് ഇത്രയും മാത്രം അലംഭാവം ഉണ്ടാകുമെന്ന് സ്വാഭാവിക തലത്തിൽ വിശ്വസിക്കാൻ മാർഗമില്ല. സോറി സർ, വേറെ ആരോടും പറയല്ലേ. ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത്രമാത്രം തയ്യാറെടുപ്പുകളോടുകൂടി ഗോവിന്ദചാമിക്ക് ഇത് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ജയിലിനകത്ത് ജയിൽ അധികൃതരുടെയും CPM നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം? ഇതാദ്യമായിട്ടല്ലല്ലോ കേരളത്തിലെ ജയിലുകളിൽ ഇത്തരത്തിലുള്ള പ്രതികൾ ചാടിപ്പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, വളരെ അടുത്ത് തന്നെ റിപ്പർ ജയാനന്ദൻ അടക്കം ഇതേ ജയിലിൽ നിന്ന്, ഇതേ സെല്ലിൽ നിന്ന് ചാടിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും 3 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് പെട്രോൾ ഡ്യൂട്ടിക്കെതിരെ സാഹസികമായിട്ടുള്ള പിടിച്ച വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട്. അതിനൊന്നും ഇല്ലേ?
അതുപോലെ തന്നെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ 8 അടി ആഴമുള്ള കുഴി കുത്തി 108 അടി ആഴത്തിലുള്ള തുരങ്കമുണ്ടാക്കി ജയിലിൽ നിന്ന് പോയ സാഹചര്യവും രാജ്യത്തെ ജയിലിലുണ്ട്. കോൺഗ്രസിന് എന്ത് സാഹചര്യം വന്നാലും അത് CPM-നെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. അവരാക്രമിച്ചോട്ടെ, അവരുടെ ശൈലി അതായി പോയി, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് ശരിയാകുകയില്ല. അദ്ദേഹം പറഞ്ഞ വാടക തടവുകാരായ CPM തടവുകാരുടെ പിന്തുണ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കൊലക്കേസിൽ തന്നെ പ്രതിയായ മറ്റൊരു പ്രതി ഇതേ റൂമിൽ കിടക്കുന്നുണ്ട്. ആ പ്രതി അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ എങ്ങനെയാണ് ആ പ്രതിയെ സുരക്ഷാ ചുമതല ഏൽപ്പിച്ചിട്ടല്ലോ നമ്മൾ ഗോവിന്ദചാമി അവിടെ കിടത്തിയിരിക്കുന്നത്. അയാൾ ക്രിമിനൽ ആണ്, കള്ളനാണ്, കൊലപാതകയാണ്. അയാൾ ഒരുപക്ഷെ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഉദ്യോഗസ്ഥർ കണ്ണടച്ചുള്ള 5:30 മണി സമയം എന്ന് പറയുന്നു. 7:30ക്കാണ് പോലീസിനെ അറിയിക്കുന്നത്. അതുവരെയും ഗോവിന്ദചാമി അതിനുള്ളിൽ തപസ്സിരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ റിപ്പർ ജയാനന്ദൻ 2-3 മാസം മുമ്പ് അവിടുന്ന് ചാടിപ്പോയി. ശരി, അപ്പൊ തുടർവീഴ്ചയാണെന്നാണോ അങ്ങ് പറയുന്നത്? പിന്നെയും വീഴ്ച വരുന്നത് കയ്യും കെട്ടി നോക്കി. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയല്ലേ വേണ്ടത്? അല്ലാതെ കണ്ണടച്ചുറങ്ങാൻ വേണ്ടിയിട്ടാണോ നമ്മള് ശമ്പളം കൊടുത്ത് അവിടെ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത്? താങ്കൾ ഏത് ചെവി കൊണ്ടാ കേൾക്കുന്നത്? 2-3 മാസം മുമ്പ് എന്നല്ല പറഞ്ഞത്. 2011-ലാണ് റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടിയത്. അതായത് 14 വർഷം മുമ്പ്. ഈ സൗമ്യയുടെ കേസ് ഉണ്ടാകുന്ന വർഷവും നമുക്കറിയാലോ, 2011 കാലഘട്ടങ്ങളിലാണ്. അന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് റിപ്പർ ജയാനന്ദനെ പിടിക്കാൻ കഴിഞ്ഞത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ശരി, ഈ കാലതാമസത്തെ കുറിച്ചോ അല്ല അങ്ങ് പറഞ്ഞത് ഞാൻ കേട്ടില്ല. അതിപ്പോ ഏത് ചെവി കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതേ ഭാഷയിൽ ഞാൻ മറുപടി പറയാൻ തയ്യാറുമല്ല. പക്ഷേ അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് പോലീസിനെ അറിയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമോ? അത് ഉത്തരം പറ. 6:30-നാണ് ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ജയിൽവാസികൾ ഹാജർ വെക്കുമ്പോൾ മാത്രമാണ് ഈ സംവിധാനം അറിയേണ്ടത് എന്ന് പറയുന്നത് വലിയ പരാജയമല്ലേ? അത് അങ്ങനെയാണോ? അത് എന്തൊരു ഗതികേടാണ് ഇത്? അതല്ലേ പരിശോധന ഞാൻ പറഞ്ഞത്. ഒന്ന്, ആ ടവറിന്റെ ഡ്യൂട്ടിയുള്ളയാൾ, ബ്ലോക്കിന്റെ ഡ്യൂട്ടിയുള്ളയാൾ, അതുപോലെ CCTV-യിൽ 24 മണിക്കൂറും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി. മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിലും CCTV നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അത് കൃത്യമായിട്ട് തന്നെ അറിയണം. എന്താ ഞാൻ പറഞ്ഞ കറക്റ്റ് ഉണ്ടാ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതറിയാത്തത് എന്തുകൊണ്ട്? അതല്ലേ അന്വേഷണം നടത്തേണ്ടത്, കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നതല്ല ഒരു സർക്കാരിന്റെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തം. ഇതേ സർക്കാരിനെയും സംവിധാനത്തെയും ഇതേ ജയിൽ വകുപ്പിനെയും പോലീസിനെയും വിശ്വസിച്ചാണ് കൊടും ക്രിമിനലുകളെ, കുറ്റവാളികളെ, ആരെ കിട്ടിയാലും കൊല്ലാനോ ബലാത്സംഗം ചെയ്യാനോ തയ്യാറായ കുറ്റവാളികളെ ജയിലഴിക്കുള്ളിൽ പാർപ്പിക്കുന്നത്. അല്ലാതെ കൊന്നു തീർക്കുകയല്ല ഇതിനുള്ള പരിഹാരം എന്ന നിയമത്തിന് ബോധ്യം വരുന്നത് പോലീസിൽ, ജയിൽ വകുപ്പിൽ ഉള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസ ലംഘനത്തിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ എന്നാണ് ഞാൻ അങ്ങയോട് ആദ്യം പറഞ്ഞത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ